നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിലെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് പുക ഉയർന്നു. ഇന്നലെ രാവിലെ 6 മണിക്കാണ് ട്രെയിൻ ആലപ്പുഴയിൽ നിന്ന് യാത്ര തിരിച്ചത്. ഇതിന് പിന്നാലെയാണ് പുക ഉയർന്നത്. തുടർന്ന് ട്രെയിൻ നിർത്തിയിട്ട പ്രശ്നം പരിഹരിച്ച ശേഷമാണ് യാത്ര തുടരുന്നത്. ട്രെയിനിലെ പാൻട്രി കാറിന്റെ ഭാഗത്ത് നിന്നാണ് ആദ്യം പുക ഉയർന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബ്രേക്കിന്റെ റബ്ബർ ബുഷിൽ നിന്നാണ് പുക ഉയർന്നത് എന്ന് അധികൃതർ കണ്ടെത്തി. വലിയ ശബ്ദം കേട്ടതോടുകൂടി പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കരുതിയെന്ന് യാത്രക്കാർ പറയുന്നു. തകരാറ് പരിഹരിച്ച ശേഷം 40 മിനിറ്റോളം വൈകിയാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത്. മുംബൈയിൽ നിർത്തിയിട്ടിരുന്ന ട്രെയിനിനുള്ളിലെ ശുചിമുറിയിൽ 5 വയസ്സുകാരന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയായിരുന്നു സംഭവം. ഈ ഖുഷിനഗർ എക്സ്പ്രസിന്റെ AC കോച്ചിലെ ശുചിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുജറാത്തിലെ വഡോദരയിൽ നിന്ന് ബന്ധു തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ മൃതദേഹമാണിതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളിയാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. ഇവർ ഉടൻ തന്നെ പ്ലാറ്റ്ഫോമിലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPF-നെ വിവരം അറിയിക്കുകയും ഗവൺമെന്റ് റെയിൽവേ പോലീസ് എത്തുകയും ചെയ്തിരുന്നു. RPF-ഉം GRPF-ഉം ചേർന്ന് കുട്ടിയുടെ മൃതദേഹം രാജവാടി ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചു. ഗുജറാത്തിലെ സൂറത്തിലുള്ള അമ്രോലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാണാതായ കുട്ടിയുടെ മൃതദേഹമാണ് ഇതെന്നാണ് പിന്നീട് സ്ഥിരീകരിച്ചത്. കുട്ടിയുടെ തിരോധാനത്തിന് പിന്നിൽ ബന്ധുവായ വികാസ് ഷാ എന്നയാളാണെന്ന് ആരോപിച്ച് കുട്ടിയുടെ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ബന്ധുവിന്റെ മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നുവെന്നും തുടർന്ന് ഗുജറാത്തിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലെത്തിയപ്പോഴാണ് ഖുഷിനഗർ എക്സ്പ്രസിൽ 5 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയിക്കുന്നത്. കാണാതായ കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടുകാരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വികാസ് ഷായെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു.